അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. റിവ്യൂ ഓഫ് മോട്ടോറോള എഡ്ജ് 60 സ്റ്റൈലസ്. അപ്പോൾ നമ്മൾ മോട്ടോറോളയെ പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ വളരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ലൊരു കമ്പനിയാണ്, യൂസേഴ്സിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു വരുന്നുണ്ട്. എല്ലാ ഫോണുകാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മോട്ടോറോള എഡ്ജ് 60 സ്റ്റൈലക്സിനെ പറ്റി സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത് രണ്ട് വേരിയൻസ് ആണുള്ളത്, രണ്ട് കളർ ടൈപ്പാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ ഫോണുകാരൊക്കെ കളർ പറയുമ്പോൾ വളരെ വളരെ വായിക്കൊള്ളാത്ത കുറേ കളേഴ്സാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ? വല്ല ഓറഞ്ച് എന്നോ റെഡ് എന്നോ ബ്ലൂ എന്നോ അങ്ങനെ നിസ്സാരമായിട്ട് ഇട്ടാൽ പോരെ. ഇതല്ല, അവർക്ക് കളർ വേരിയൻസ് വേണം. അപ്പോൾ മോട്ടോറോളയുടെ കളർ വേരിയൻസിനെ പറ്റി നമ്മൾ സംസാരിക്കും. നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് കളേഴ്സാണ്. നോക്കട്ടെ. പാന്റോൺ ഗിബ്രൽറ്റർ പോയി പാന്റോൺ ഗിബ്രൽറ്റർ സി പാന്റോൺ ഗിബ്രൽറ്റർ സി. പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. തുപ്പൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചിട്ട് ബാക്കി റിവ്യൂ കാണുക. അടുത്തത് വേറൊരു കളറാണ് പറയുക, പാന്റോൺ സർഫ് വെബ്. ഒന്ന് കടലാണെങ്കിൽ ഒന്ന് വല. കുറച്ച് ചളിയായിപ്പോയി എങ്കിലും നടക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ട് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. ഓൾമോസ്റ്റ് നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. പെട്ടെന്നൊന്നും തറയണ അങ്ങനെ പറ്റത്തില്ല. പിന്നെ പറയാനുള്ളത് IP68 ഡസ്റ്റ് ടൈറ്റും വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. എന്താ അല്ലേ, പൊടിക്കാറ്റടിച്ചാലും ഫോണിനൊരു കുലുക്കവും ഉണ്ടാവില്ല. കൊടുങ്കാറ്റടിക്കരുത്, സാധാ പൊടിക്കാറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. പ്രൊസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത് നല്ലൊരു പ്രൊസസ്സറാണ് ഫോർ എ നോർമൽ പേഴ്സൺ. അല്ലാണ്ട് വന്നിരുന്നിട്ട് അടഞ്ചോം പുറഞ്ഞോ ഗെയിം കളിക്കുക, അടഞ്ചോം പുറഞ്ഞോ വീഡിയോ കാണാൻ, ഇതിനൊന്നും പറ്റിയതല്ല എന്ന് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫോണൊന്നും ഹീറ്റോ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും, അത്രയേ ഉള്ളൂ. സ്റ്റോറേജ് വന്നിട്ട് 8GB റാം 256GB റോമുമാണ് തരുന്നത്. എന്തായാലും നിറയെ സ്ഥലം അറുമതിക്കാം. അറുമതിക്കും. പിന്നെ അത് 1TBയോളം എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മെയിൻ സൈലസ്. ഈ പേന കണ്ടിട്ട് നിങ്ങൾ സൈലസ് ആണ് തെറ്റിദ്ധരിക്കരുത്. ഇത് പാൻട്രോണിക്കിൻ്റെ വേറെ ഒരു പേനയാണ് കേട്ടോ, അപ്പോൾ തെറ്റിദ്ധരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സ്റ്റൈലസ്. സാംസങ് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പേനയാണത്. സാംസങ്ങുകാർക്ക് മാത്രം വളരെ പരിചിതനായ ഒരു പേന. വരയ്ക്കുക, എഴുതുക, അങ്ങനെ എല്ലാം നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിലാണ് മോട്ടോറോള പ്രസൻറ്റ് ചെയ്യുന്നത്. യെസ്, സ്റ്റൈലസ് കൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം, നോട്ട് എഴുതാം, എന്തിന് സ്ക്രീൻഷോട്ട് വരെ എടുക്കാം. 3 വരൽ വേണ്ട, സ്റ്റൈലസ് മട്ടും പോതും. എങ്ങനെയുണ്ട് അങ്ങനെ. പിന്നെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കണക്കിനങ്ങ് വരച്ചു കൊടുത്താൽ നമ്മുടെ മോട്ടോ എ അത് നല്ല ചിത്രമായിട്ട് വരും. എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെ, എക്കൊന്നും വേണ്ട കേട്ടോ. ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ ഓടുന്നത്. ഒരു 3 വർഷത്തേക്ക് സെക്യൂരിറ്റി പാച്ച് അവർ തരും. സൂപ്പർ അല്ലേ? അടിച്ചു പൊളിച്ചോ. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം പറയാം. ലൗഡ് സ്പീക്കർ വിത്ത് ഡോൾബി ആറ്റംസ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. ദും 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 ശബ്ദം കേൾക്കണ്ടേ? മാസ് വേണ്ടി സാർ, മാസ്. അത് പോരാനിട്ട് വേറൊരു സാധനം ഇവർ തന്നിട്ടുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ഇതിൽ കൂടുതൽ എന്ത് വേണം? LED ഡിസ്പ്ലേ ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഉണ്ടൊരു നോട്ട് ദ പോയിന്റ്. HDR അവൈലബിൾ അല്ല മാൻ. HDR എന്താണ് മോട്ടോറോള ഇങ്ങനെ? എന്താണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ലായിരുന്നു. നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത്രയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നിട്ട് അത് മാത്രം എന്തുകൊണ്ട് തന്നില്ല? വളരെ മോശമായി. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR കിട്ടത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബ്രൈറ്റ്നസ് വന്നിട്ട് 3000 nits ആണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന് കുന്തളിപ്പ് കാണിച്ചാലും നമുക്ക് ലൈറ്റ് കിട്ടും. ഫോണിൽ നിന്നേ സ്ക്രീന് അങ്ങനെ. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ ലെൻസാണ് ബാക്കിൽ വരുന്നത് വിത്ത് സോണി ലിറ്റിയ 700Cയുടെ ലെൻസ്. സോണി ലെൻസ് എന്നും എനിക്കൊരു ഹരമാണ്. ലൈക്കയും ബാക്കി സെൻസേഴ്സൊക്കെ വന്നെങ്കിൽ പോലും എങ്കിലും സോണിന്ന് കേൾക്കുമ്പോൾ സന്തോഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് കിട്ടും. പിന്നെ 4K 30fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 60fps കിട്ടത്തില്ല. അത് വളരെ മോശമായി പോയി. 60 കൊടുക്കാമായിരുന്നു അല്ലേ?
ഫ്രണ്ട് വന്നിട്ട് 32 MB ക്യാമറയാണ്. അവിടെ നിങ്ങൾക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് 5000 mAh 5000 mAhൻ്റെ ബാറ്ററിയാണ് നമുക്ക് തരുന്നത്. ഒരു 32 അവർ ഒരു നോർമൽ പേഴ്സൺ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഫോണുകാർ പറയുന്നത്. വിശ്വസിക്കാമായിരിക്കാം. പിന്നെ വേറൊരു കാര്യം, 65 വോൾട്ടിൻ്റെ ചാർജറാണ് നമുക്ക് തരുന്നത്. അത് നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുപോലെ 15 വയർലെസ് ചാർജിങ് നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെ? അത് സൂപ്പറല്ലേ? അതാണ്. പിന്നെ SD കാർഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ സിമ്മാണ്, ഈ സിമ്മും ഇടാം നിങ്ങൾക്ക്. എങ്ങനെ എന്തൊക്കെ കാര്യം. റീഫ്രഷ് റേറ്റ് വന്നിട്ട് 120 Hz ആണ് നമുക്ക് തരുന്നത്. സോ ഇങ്ങനെ സ്ക്രീൻ നമ്മൾ തൊട്ടാൽ ഒഴുകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഇത്. അപ്പോൾ ഓവറോൾ റിവ്യൂ വന്നിട്ട് ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഫോൺ എന്തായാലും സൂപ്പർ. അതേസമയം നിങ്ങളൊരു ഭയങ്കര ഹാർഡ് കോർ യൂസറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പ്രോസസ്സർ വന്നിട്ട് കുറച്ചും കൂടെ തരാമായിരുന്നു, പക്ഷെ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോൺ ഹീറ്റാവും, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടായിരിക്കും. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല സാർ, എൻ്റെ സ്കൂളിൽ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഫോൺ ചൂടായാൽ പൊട്ടിത്തെറിക്കുമെന്നാണ് എൻ്റെ വാട്സപ്പ് ചാറ്റുകാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. എങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.